നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് സ്രോതസ്സുകളുണ്ട്. നമുക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായി ഉപയോഗിക്കണം. എന്നാൽ പലപ്പോഴും അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ബാച്ചിലർ ഓഫ് സയൻസ് റെസ്പിറേറ്ററി കെയർ തെറാപ്പി എന്ന കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രിയാണ്, പ്ലസ് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് കമ്പൽസറിയാണ്. ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടാതെ 45% പാസ്സായിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്ന എലിജിബിലിറ്റി. കാർഡിയോ പൾമണറി ഡിസോർഡർ ഉള്ളവരെ അനലൈസ് ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും അവർക്കാവശ്യമായ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും സ്റ്റുഡൻസിൽ ലേൺ ചെയ്യിക്കുക എന്നതാണ്. കൂടാതെ കാർഡിയോതെറാസിക് സർജനെയും കാർഡിയാക് സർജനെയും അസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. കാർഡിയാക് പൾമണറി ഇൻസ്റ്റെബിലിറ്റിയുള്ള പേഷ്യൻസിന് വെന്റിലേറ്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. മറ്റു അസുഖങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിന് ബ്രീത്തിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇവയ്ക്ക് വേണ്ട മെഷീനറീസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഡ്യൂട്ടി. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് റെസ്പിറേറ്ററി കെയർ ടെക്നോളജിസ്റ്റുകളുടെ തൊഴിൽ 2020-നും 2030-നും ഇടയിൽ 23% വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹോസ്പിറ്റലുകളിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും ICUവിലും എമർജൻസി യൂണിറ്റിലും ജോലി ചെയ്യാൻ സാധിക്കുന്നു. ഇന്ത്യയിലും വിദേശ രാജ്യത്തും ഉയർന്ന സാലറിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൊഫഷൻ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് വളരെയധികം ഡിമാൻഡാണ്. ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, റിഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, ഹെൽത്ത് കെയർ സർവീസുകൾ, NGO എന്നിവയാണ് പ്രധാന ജോബ് സെക്ടേഴ്സ്. ഈ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ വിവരങ്ങൾക്കും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക് യു.